ഹലോ ഗൈസ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ കല്ലത്തപ്പത്തിന്റെ വീഡിയോ ഒക്കെ എല്ലാരും കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാരും ചോദിക്കുന്നത് എന്താ പ്രശ്നം ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ല എന്താണ് പ്രശ്നം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. എല്ലാരും പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു ഉണ്ടാക്കത്തില്ല. ഇനി എല്ലാരും പറഞ്ഞ പച്ചരി വെച്ച് ഇത് ഉണ്ടാക്കാണ്ടാന്ന്. പച്ചരി കൂടെ വെച്ച് കുറച്ച് ചോറ് കൂടെ ഇടാനൊക്കെ പറഞ്ഞ് ഒരൊറ്റ ഗ്ലാസ്സിന് ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. കഴിച്ച മൂന്നെന്നാണല്ലോ. എന്തായാലും അതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് എടുക്കുന്നത് അല്ല കണ്ട കലത്തപ്പ സെയിം, പക്ഷെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ പഞ്ച് വരുന്നില്ല. യെസ്, എന്തായാലും അത് വിട്ടേക്ക്, നമ്മൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കും. പക്ഷെ ഉണ്ടാക്കിയ സാധനം ഞങ്ങൾ കഴിച്ചു തീർത്തിട്ടുണ്ട്. കൊള്ളായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാൻ കാര്യം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഗൈസ്. ഇന്ന് അനിയുടെ ഇക്കയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. എത്ര 12 13 12 12 അതെന്നെ 12ാമത്തെ വെഡിങ് ആനിവേഴ്സറി. എന്റെ വെഡിങ് ആനിവേഴ്സറി ഞാൻ തന്നെ ഫുഡ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം മന്തി, ഇന്ന് അന്ന് നമ്മള് അൽഫാം മന്തി. അന്ന് ആനിവേഴ്സറി സ്പെഷ്യൽ അല്ലായിരുന്നു. അതെ, അന്ന് മന്തി ഉണ്ടാക്കിയുണ്ട്. അന്ന് മന്തിയാണല്ലോ നമ്മൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് മധു. യെസ്. അപ്പൊ ഒരു പ്രാവശ്യം അതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് മധു തന്നെ നമ്മള് ഫുഡ് ഉണ്ടാക്കുന്ന ഇതായിട്ടല്ല. അപ്പൊ മധുഹൂദം ഉണ്ടാക്കി, കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ നൈസ എന്താന്ന് പറഞ്ഞില്ല, സർപ്രൈസ്. യെസ്, ബാക്കിയൊന്നും പറഞ്ഞിട്ടില്ല. കേക്ക് ഞാൻ പോയി വേറെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കേക്ക് എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട്. ഞാനില്ലാതെ എന്തൊക്കെയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. പോയിട്ട് കയ്യാപ്പായിട്ട് ഒരു ട്രിപ്പും കൂടെ പോയിട്ട് വന്നേ ഉള്ളൂ. കഴിഞ്ഞ വർഷം വരെ ഓക്കെ ആയിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എവിടെ വേണേലും പോകാം, എന്ത് വേണേലും വാങ്ങിച്ച് സർപ്രൈസ് ഒക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം എനിക്ക് കുഞ്ഞുണ്ട്, എല്ലാം കഴിച്ച് ഇവിടെ പോണോ എങ്ങനെ പോണോ ഒന്നും പറ്റത്തില്ല. ഡെലിവറി കഴിഞ്ഞിട്ട് ഇന്നാണ് ആദ്യമായിട്ട് ഡെലിവറി ഉണ്ട്. പ്രഗ്നന്റ് ആയ ഇന്ന വണ്ടി ഓടിക്കുന്നു. അത് ഞാൻ ഇന്ന് കയ്യാപ്പിയായിട്ട് വണ്ടിയപ്പോ ഞാൻ പറഞ്ഞു പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ് ഒരൊറ്റ പ്രാവശ്യം ഞാൻ ഇവരെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുള്ള. അത് കഴിഞ്ഞ സെപ്റ്റംബർ ഓഗസ്റ്റ് എന്തോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നാണ് വണ്ടി ഓടിക്കുന്നത്. ഒരു വർഷമല്ലേ? ഒരു വർഷം. അങ്ങനെ എന്താണ് നമ്മൾ ഇവിടെ പറഞ്ഞത്? ഇപ്പൊ കഴിഞ്ഞ ദിവസം മിക്കായിട്ട് എന്തൊക്കെയോ സാധനം മേടിക്കാൻ പറഞ്ഞു പോയി. ഞാൻ വണ്ടി ഓടിച്ച് മടുത്ത്. അതെ, കഴിഞ്ഞ വണ്ടി ഓടിച്ചിട്ട് സർപ്രൈസ് ആയിരിക്കത്തില്ല. കാര്യം നമ്മൾ അറിയാതെ വാങ്ങിച്ചു വെച്ച് കൊടുക്കുമ്പോഴാണല്ലോ അത് സർപ്രൈസ്. ഇതിപ്പോ ഞാൻ ഇവർക്ക് വേണ്ടി വാങ്ങാൻ പോകുന്നതെന്ന് ഇവർക്ക് അറിയാം. കാര്യം അങ്ങനെയല്ലേ പോകാൻ പറ്റുന്നുള്ളൂ ഈ വർഷം. അടുത്ത വർഷം ഞാൻ സെറ്റ് ആക്കാം. അതുകൊണ്ട് കേക്ക് മാത്രം വാങ്ങിച്ച് ഞാൻ കാണിച്ചു. കേക്ക് എന്താണെന്ന് കാണിച്ചു കൊടുത്തിട്ടില്ല. കേക്ക് വാങ്ങിച്ചോണ്ട് ഞാൻ വന്നു. ഞാൻ ഫ്രിഡ്ജില് ജ്യൂസ് എടുക്കാൻ വേണ്ടി തുറന്നപ്പോഴത്തേക്ക് ഇരിക്കുന്ന കണ്ട് എന്താ സംഭവം ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക്. എല്ലാ പരിപാടിക്കും കേക്ക് മുറിച്ച് എനിക്ക് അത്ര സന്തോഷം. കേക്ക് ഒറ്റയടിക്കും തിന്നെ ഭയങ്കര ഇഷ്ടം. ഞാൻ കേക്ക് വാങ്ങിക്കാം, പായസം ഉണ്ടാകാന്ന് വെച്ചപ്പോ നെയ്സാറിന് വേണ്ട കേക്കും വേണം, പായസം വേണം. ഇതെല്ലാം ഭയങ്കര ഫേവറേറ്റ് ആയതുകൊണ്ട് കേക്കും ഉണ്ട്. പായസം നമ്മൾ ഈ പ്രാവശ്യം ക്യാരമൽ പായസം ഉണ്ടാക്കാന്നാണ്. പവർഫുൾ. ഞാൻ എപ്പോഴും എന്നെ അടുത്ത് പറയാൻ, ഞാൻ പായസം ഉണ്ടാക്കുമ്പോ ഒരു തവണയെങ്കിലും ക്യാരമൽ പായസം ഉണ്ടാക്കണം. പണ്ടൊരിക്കൽ ഞാൻ വീട്ടിലുണ്ടാക്കിയതാ കുക്കറിന്റെ അകത്ത്. പക്ഷെ പാല് പിരിഞ്ഞു പോയി, എല്ലാം പിരിഞ്ഞു പോയി. അതേപോലെ എടുത്ത് കുളത്തിൽ തട്ടിട്ട് ഇന്നേ വരെ പിന്നെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ടുഡേ സ്പെഷ്യൽ ക്യാരമൽ പായസം, കേക്ക്, മധുഹൂദ്. നമുക്ക് ഇന്ന് മറ്റേ ചട്നി ഉണ്ടാക്കാം. മുളക് ചട്നി ഇല്ല, നമുക്ക് കുബാബിന്നെല്ലാം കിട്ടുന്ന ഒരു എരിവും പുളിയും മധുരം എല്ലാം ഉണ്ട്. നമുക്ക് കുബാബി റെഡ് കളറില മയോണീസ്, ഗ്രീൻ ചില്ലി സോസ് അല്ല റെഡ് ചില്ലി സോസ്, പിന്നെ തക്കാളി സോസ് മറ്റേ ഉണ്ടാക്കണം വേണ്ട. അപ്പൊ നമുക്ക് രണ്ടും അതും പായസവും ശർവ്വ ഇടപെടാൻ. കാര്യം ഇക്ക ഓഫീസിൽ നിന്ന് വന്നിട്ട് വേണം നമുക്ക് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഇന്ന് എന്താന്ന് വെച്ചാ ഇക്ക ഓഫീസിൽ നിന്ന് വന്നിട്ട് നമ്മള് വൈകിട്ടാണ് പരിപാടിയൊക്കെ അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ നമുക്ക് മറ്റേ ഹണി അൽഫാം അങ്ങനെയൊക്കെ ഉണ്ടാക്കി ബട്ടർ നാനൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞു.
അപ്പം മധുഹൂത് പണിയുന്നത് അങ്ങനെ മധുഹൂതിലോട്ട് ഞങ്ങൾ പിന്നെ അപ്പം ഒറ്റടിക്ക് പണിയില്ല. അതെ, ബട്ടർ നാനാണ് അല്ലെങ്കിൽ പൊറോട്ടയും ബട്ടർ ചിക്കനൊക്കെ ആണെങ്കിൽ പൊറോട്ട ഉണ്ടാക്കി വരത്തി ഇത്ര സമയം പോവും. ഇതാകുമ്പോ ഒറ്റയടിക്ക് ഇപ്പൊ ബിരിയാണി മന്തി ഇതൊക്കെ ആണെങ്കിൽ ഒറ്റയടിക്ക് പരിപാടി കഴിയുമല്ലോ. അതാണ് നമ്മൾ അങ്ങനെ ഫിക്സ് ചെയ്ത് മാറ്റിയത്. അപ്പൊ ഇക്ക ഓഫീസിൽ നിന്ന് വന്നിട്ട് വേണം. ഇന്ന് വൈകിട്ടാണ് പരിപാടിയൊക്കെ. സാധാരണ ഞങ്ങൾ രാവിലെ തുടങ്ങും. ഇന്ന് ഇക്കക്ക് ലീവില്ല, ഈ മാസം തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ വേറെ ലീവൊക്കെ ഓണത്തിന്റെ അവധി, നബിദിനത്തിന്റെ അവധിയുണ്ട്, മറ്റേ ഓഗസ്റ്റ് 15 ഇഷ്ടംപോലെ അവധിയുള്ള ദിവസമാണ് ഈ മാസം. എക്സ്ട്രാ ലീവ് എടുക്കല് നടക്കില്ല. അതുകൊണ്ട് നമ്മള് ഇന്ന് വൈകുന്നേരത്തേക്കാക്കി പരിപാടി. അപ്പോൾ നമുക്ക് നമ്മുടെ പായസത്തിന്റെ പരിപാടിയിലോട്ട് കിടക്കാം. നെയ്സ മധുഹൂത് ഉണ്ടാക്കും, ഞാൻ പായസം ഉണ്ടാക്കും. ഞാൻ പായസം ഉണ്ടാക്കും, ഉണ്ടാക്കും. അപ്പൊ പായസത്തിൽ നിന്ന് തുടങ്ങാം. അതെ, പായസം നമ്മൾ വളരെ ക്വിക്ക് ആയിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ക്യാരമൽ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് പാലൊഴിച്ച് പിന്നെ സേമിയിട്ട് ഇളക്കി വറ്റിച്ചിട്ട് അങ്ങനെ എടുക്കാം. എനിക്കതായിരുന്നു അറിയാവുന്ന. പക്ഷെ അനിയ പറഞ്ഞ അങ്ങനെയല്ല. അപ്പൊ നമുക്ക് അനിയ ഉണ്ടാക്കുന്ന പോലെ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ഹെൽത്തി അല്ലല്ലോ. എന്താ പായസം ഹെൽത്തി? സിമ്പിൾ. പായസം ഹെൽത്തി അല്ല, പായസം മധുരമുള്ളതായിരുന്നു. ഇതിൻ്റെ അകത്തോട്ട് പാലിൻ്റെ അകത്തോട്ട് നമുക്ക് ചവ്വരി ഇടാം. ഈ പാലിന് തിളച്ച് വരുമ്പം അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ സേമിയ ഒരു പാക്കറ്റ് ഇട്ട് കൊടുക്കാം. ചവ്വരിക്ക് ഓൾറെഡി വേവുണ്ടല്ലോ. ഇത് പാൽ തിളക്കുന്നതനുസരിച്ച് അത് വെന്തോളും. ഇനി ഇത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ അകത്തോട്ട് ക്യാരമൽ ആക്കിയിട്ട് അതും ഉപയോഗിച്ചിട്ട് കുറുക്കിയെടുക്കുക. ഇവിടെ ഏകദേശം റെഡി ആയിട്ടില്ല, വേഗം തുടങ്ങിയിട്ടേ ഉള്ളു. ഇവിടെ ചിലവര് എന്താണ് മഹദൂതാണോ മധുദൂതാണോ എന്താണ് മഹദൂത മഹമൂദ് എന്തായാലും ആ സാധനം അനിയ ഉണ്ടാക്കാൻ പഠിക്കുന്നതേ ഉള്ളൂ. കൊറേ നേരം ഇവിടെ യൂട്യൂബ് കൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് രാത്രി കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഇതാണ് അവസ്ഥ. ആദ്യം പഠിക്കണം അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന്, എന്നിട്ട് വേണം നമ്മളത് ഉണ്ടാക്കാൻ. ക്യാരമൽ പായസം എന്ന് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുക്കറിൽ ഉണ്ടാക്കിയ പായസം എനിക്ക് ഓർമ്മ വരത്തുള്ളൂ. പണ്ട് ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഓഫീസിലുള്ള ചേച്ചി പറഞ്ഞതാ. നമ്മൾ കുക്കറിൻ്റെ അകത്ത് ആദ്യം നമ്മൾ പഞ്ചസാര ഇട്ട് അതിങ്ങനെ മെൽറ്റായിട്ട് വരുമ്പോൾ പാലൊഴിച്ചിട്ട് എന്നാൽ പച്ചരി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ പായസം അതിട്ടിട്ട് കുക്കർ വെച്ച് കടിച്ച് കഴിഞ്ഞാൽ അമ്പലപ്പുഴ പാൽപ്പായസം പോലത്തെ പാൽപ്പായസം കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി വീട്ടിൽ ചെന്ന് ഈ പറഞ്ഞ അതേ മെത്തേഡിൽ തന്നെ ഒരു 2 പേർക്കൊന്നുമില്ല, ഒരു 10-15 പേർക്ക് കഴിക്കാൻ പറ്റിയ പായസം ഞാൻ ഒരു കുക്കർ നിറച്ചുണ്ടാക്കി. ഉണ്ടാക്കി കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞപ്പം പാലൊക്കെ വിരിഞ്ഞ് പൊളിച്ച് വേറൊരവസ്ഥയായിരുന്നു പായസത്തിന്. എന്നോട് അമ്മ പറഞ്ഞു നിനക്ക് ഉണ്ടാക്കി നോക്കിയപ്പോ ഇങ്ങനെ വരെ ഉണ്ടാക്കി നോക്കിക്കൂടായിരുന്നു. അതേ പിന്നെ ഞാൻ ഈ നിമിഷം വരെ പിന്നെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ റീൽസിലൊക്കെ ഇങ്ങനെ കാണുമ്പോ കൊതി വരും ക്യാരമൽ പായസം. അങ്ങനെ ആഗ്രഹിച്ചാണ് ഇന്ന് പായസം ഉണ്ടാക്കുന്നത്. കാര്യം കുക്കറിലല്ലോ ഉണ്ടാക്കുന്നത്. പാല് പക്ഷെ അതെന്തെങ്കിലും പിരിഞ്ഞു പോകുന്നതെന്ന് അറിയത്തില്ല. എന്നിട്ട് ഞാൻ വേറൊരു വീഡിയോ കണ്ടു. പാല് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ പാല് എടുത്തിട്ട് നമ്മളിങ്ങനെ വിപ്പിംഗ് ക്രീം ഒക്കെ ഇങ്ങനെ ഇതാക്കില്ലേ, അടിക്കത്തില്ല ഒരു സാധനം വെച്ചിട്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പാല് സെറ്റ് ആയിട്ട് മിക്സിലിട്ടടിച്ച് പിരിഞ്ഞു പോകാനോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് അങ്ങനെ പിരിഞ്ഞു പോകുന്നതല്ലോ. എല്ലാവർക്കും വയറിളക്കം വരും. ഹലോ ഗൈസ്, എല്ലാം ഇങ്ങനെ തന്നെ പറയാം. സിമ്പിളാണ്, നൈസാ, ഒന്നുമില്ല, പടയൊന്നുണ്ടാക്കാം. പക്ഷെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് താമസിക്കുന്നു. രാത്രിയിൽ ഫുഡിന് വെറുതെ രാവിലെ ഉണ്ടാക്കുന്നു.
വൈകിട്ടായിട്ടില്ലല്ലോ, എന്തായാലും 8 മണിയിൽ നമ്മള് ഫുഡ് കഴിക്കത്തില്ല, ഇനി സമയമുണ്ട്. 8 മണിയൊന്നുമല്ല, ഞങ്ങൾ ഇവിടെ കഴിക്കുമ്പോ 10, 11, ചിലപ്പോ 12 മണിയാവും. എല്ലാ ദിവസവും ആ കഴിക്കുന്ന സമയമാകുമ്പോ പറയും നാളെ ഇന്നലെ നൈസ വന്നിട്ട് പറഞ്ഞ് അനി നമുക്ക് ഈ 10:30 ഫുഡ് മാറ്റണം, നമ്മൾ ഒരു 8 മണിക്കെങ്കിലും. ചിലപ്പോ ഫുഡ് സെറ്റ് ആയിരിക്കും കഴിക്കാനൊക്കെ, പക്ഷെ എന്താ ആകും കഴിക്കുമ്പോ 10, 10:30 കിടക്കുമ്പോ എങ്ങനെ പോയാലും 11:30, 12. 10 മണിക്കൊക്കെ കിടന്നുറങ്ങി കാലം പറഞ്ഞു. പണ്ട് പഴയ വീട്ടിൽ വെച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പോയ ലാസ്റ്റ് ഒരു ദിവസം ഇങ്ങനെ തീരുമാനം എടുത്ത് എന്തൊക്കെ വന്നാലും 10 മണിയാകുമ്പോ കിടക്കണം. അങ്ങനെ ഒരാഴ്ചക്കുള്ള 10 മണിക്ക് കറക്റ്റ് കിടന്നിട്ടുണ്ട്. പക്ഷെ പിള്ളേർ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോ തന്നെ 8:30, ചിലപ്പോ 8:45. പിന്നെ അവിടുന്ന് വന്നു കഴിയുമ്പോ അവര് പിന്നെ ഇരുന്ന് ഒരു പഠിത്തമുണ്ട്. ആ പഠിത്തം ചിലപ്പോ ഒരു 9:30, 9:45 വരെ പോകും. അത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുന്നത്. അതാണ് ഇത്ര താമസിക്കാൻ കാരണം. പിന്നെ എന്റെ ഉറക്കമൊക്കെ ഇപ്പൊ കണക്കാം. ഇതുവാ രാത്രി ഒരു 3, 4, 5 പ്രാവശ്യമൊക്കെ എഴുതേക്കും. അതേ പാട്ടും പാടിയൊക്കെ നടപ്പുണ്ട്. വേറെ മസാല ഉണ്ടാക്കണോ നൈസ? അതാ മന്തി മസാലയിൽ തന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ട് സെറ്റ് ആക്കിയാൽ മതി, അതൊക്കെ ചോദിക്കുന്നുണ്ട്. കുറച്ച് മസാല ഇരിക്കുന്നു, അപ്പം എന്തോ എനിക്ക് ഭയങ്കര മതി. അല്ലെങ്കിൽ എനിക്ക് അനിയുടെ കാര്യമാകുമ്പോ ഒരു മടി വരും. പക്ഷെ വേറുള്ളവരുടെ കാര്യമാകുമ്പോ അപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റ് ആ ചെയ്യാൻ. മസാല ഉണ്ടാക്കാൻ പോണം. എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയില്ല. ഞാനാണത് എനിക്ക് എന്തുണ്ടാക്കും എന്ന് ചോദിച്ചപ്പോ ഞാൻ ബട്ടർ നാണിൽ തുടങ്ങി. ഞാൻ വൈകിട്ടല്ലേ നമുക്ക് ഉണ്ടാക്കുന്നത്. ബട്ടർ നാൻ അല്ലെങ്കിൽ പൊറോട്ടയും ബട്ടർ ചിക്കൻ. ഞാൻ പറഞ്ഞ് ബട്ടർ നാനും മസാല ഷവായ അങ്ങനെ തുടങ്ങി ഫ്രൈഡ് റൈസ്, അങ്ങനെ 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 ലാസ്റ്റ് എത്തിയതാണ് ഈ സാധനത്തിൽ. അപ്പൊ എനിക്ക് അങ്കി ഇതുണ്ടാക്കാന്ന് പറയുകയും ചെയ്തു. അനി എന്റെ രാവിലെ വേറെ എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു. വിശ്വാരി റൈസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോ വേണ്ട, നമ്മൾ ഇതെല്ലാം തീരുമാനിച്ചു നമുക്ക് ഇത് തന്നെ ഉണ്ടാക്കാം. അവസാനം തീരുമാനിച്ചു. അങ്ങനെ അതിനുള്ള മസാല ഉണ്ടാക്കാൻ അനിയ തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പൊ മന്തി മസാല കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ കുറച്ചിരിപ്പുണ്ട് അല്ല അനിയ? ഉള്ള സമയം കൊണ്ട് നൈസ വളരെ സ്പീഡിൽ പായസത്തിന്റെ മേക്ക് ഓവറിലാണ്. എന്താണ് നൈസ കുറേ നാളായിട്ട് പറയുക ക്യാരമൽ പായസം. അതുകൊണ്ട് ഇന്ന് നൈസ തന്നെ ഫസ്റ്റ് പായസം ഉണ്ടാക്കുന്നു. കുറേ നാൾക്ക് ഇഷ്ടമാണ് നൈസയുടെ ഒരാള് മാത്രം അല്ല, നൈസ ഒറ്റയ്ക്ക് പായസം ഇല്ലാതെ. ഞാൻ പണ്ടിപ്പരിപ്പൊക്കെ ഇതാക്കി തന്നല്ലോ. ഒരാളുടെ സഹായമില്ലാതെ നൈസ ഒറ്റയ്ക്ക്. ആ വെള്ളയായിട്ടേ മഞ്ഞത്തുള്ളു. എന്റെ പടച്ചവന്. ടുഡേയ്സ് പായസം നൈസ. യെസ്, അതായത് രമണ ആടെ. ഇനി അത് ക്യാരമലായിട്ട് വരും. നൈസ കുറെ ഒരു പ്രാവശ്യം നമ്മൾ എപ്പോഴാണ് തോന്നുന്നല്ലേ, രാവിലെ ഒരു പ്രാവശ്യം വെച്ചായിരുന്നല്ലേ, അത് കുറച്ചേ വെക്കുകയും ചെയ്തുള്ളൂ. നൈസ വെച്ച് നമ്മൾ പഴയ വീട്ടിൽ വെച്ച് പായസല്ല ക്യാരമൽ വെച്ച് നമ്മൾ സേമിയ പുഴുങ്ങത്തില്ല, അങ്ങനെ ഉണ്ടാക്കിയില്ലായിരുന്ന? ഉണ്ടാക്കി നൈസൊക്കെ ഓർമ്മയില്ല കേട്ടോ. അത് നിങ്ങളുടെ വീട്ടില് എപ്പോ ഉണ്ടാക്കിയത്? പക്ഷെ ഇത് എന്റെ കുക്കർ കഴിഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്തിട്ടേ ഇല്ല. പറയൂ നൈസ, ഇത്രയും നാൾക്ക് ശേഷം അടുക്കളയിൽ കയറിയപ്പോൾ എന്ത് തോന്നുന്നു? എനിക്ക് അടുക്കള കയറിയിട്ടാണ് എനിക്ക് വണ്ടി പോയതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഞാനത് ഏകദേശം ഒരു വർഷം എന്തായിരുന്നു ഒന്ന് വണ്ടി ഓടിച്ചിട്ട്. എന്നിട്ട് എടുക്കുമ്പോ ഒരു അറപ്പ് കാണുമല്ലോ വണ്ടി ഓടിക്കാനായിട്ട്. അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. എന്തുവാ ചെയ്തൊക്കെ വണ്ടി എടുത്ത അതുകൊണ്ട് നല്ല, ഞാൻ നേരത്തെ അങ്ങനെ ഓടിച്ച അതേപോലെ നല്ല സ്മൂത്ത് ആയിട്ട് വണ്ടിയൊക്കെ.
അതെനിക്ക് 2 മാസം ഞാൻ പൊന്നാനി പോയിട്ട് നിന്നിട്ട് വന്നപ്പം ഇവിടുത്തെ വണ്ടി ആദ്യമായിട്ട് ഓടിച്ചപ്പോ എനിക്ക് ചെറിയൊരു കിടുങ്ങലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ വിചാരം 2 മാസം വണ്ടി ഓടിച്ചോണ്ടായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി ഇവിടുത്തെ വണ്ടി ഞാൻ ആദ്യം ഓടിക്കുവാണ്. അതിന്റെ ആയിരുന്നു ഇനി ഒഴിക്കായിരുന്നു. അടങ്ങളപ്പോ കൊച്ചു കൈസ അതും കൂടെ ഒഴിച്ചു അല്ലെങ്കിൽ ഇതായി പോവും. എന്താകോ എന്താണ് ഇത് പാല് തിളക്കുമ്പോ ഇത് മെൽറ്റ് ആയിട്ട് വരും. അതാണ് ഇതിന്റെ ഒരു ഇത്. അനിയതൊരു പായസം ഉണ്ടാക്കിയിട്ടുള്ള അല്ല എന്നും പഠിച്ചോനി. അയ്യോ ഇത് ഇങ്ങനെ ഞാൻ എല്ലാ വീഡിയോയിലും കണ്ടു. നിങ്ങൾ ഇങ്ങനെ കട്ടായിപ്പോയെന്ന് പറഞ്ഞ് ഒരിക്കലും പേടിക്കരുത്. പാല് ചൂടാവുന്നതനുസരിച്ച് ഇത് മെൽറ്റ് ആയിട്ട് വരും. മെൽറ്റായിട്ട് വന്നില്ലെങ്കിൽ മെൽറ്റായിട്ട് വന്നില്ലെങ്കിൽ മെൽറ്റായ നൈസയുടെ മുഖത്ത് എന്തോ പോയി രണ്ടാനക്കണക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ആരെങ്കിലൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ ആരെങ്കിലൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ. അതാണിപ്പോ എന്റെ അവസ്ഥ. എന്റെ ഇപ്പൊ നൈസ പറഞ്ഞൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥ. മധുഹൂത ഉണ്ടാക്കുന്ന വലിയ വാക്ക് വലിയ ഇതൊക്കെ. പക്ഷെ ഇപ്പൊ ഉണ്ടാക്കി വെച്ച് ആദ്യമായിട്ട് എനിക്ക് ഉണ്ടാക്കിയ കൊളാന്ന് ഭയങ്കര ഒരു ടെൻഷൻ പോയാ. അതാണ് ഞാൻ ഇങ്ങനെ മന്ദിച്ച് നിക്കുന്നത്. കണക്ക് കൂട്ടല് 11 മണി 12 മണിക്ക് കഴിക്കത്തുള്ളൂ എന്നുള്ളതാണ്. ഇല്ല ഇപ്പൊ റെഡി തീർന്നു. എനിക്ക് ഇതൊന്നും ഇല്ല. ഞാൻ ആദ്യം ഒരു തവണ പഞ്ചസാര ക്യാരമലൊക്കെ ചെയ്ത് ഒഴിച്ചു. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച കളർ അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കുറച്ചുകൂടി പഞ്ചസാര ഒന്നും കൂടി ക്യാരമലാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ചിക്കന് മസാലയൊക്കെ തേച്ച് സെറ്റ് ആക്കുവാണ്. ഇപ്പൊ ഏത് ടൈപ്പ് മസാലയാണെന്ന് പുള്ളിക്കാരത്തേക്ക് തന്നെ ഒരു പിടിയില്ല. അതിന് പറഞ്ഞാൽ ഇഷ്ടം പോലെ മസാലകൾ ഇട്ടിട്ടുണ്ട്. നൈസ ഇത് വേറൊരു വെറൈറ്റി സാധനമായിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ രണ്ടുപേര് ഭയങ്കര ഗിഫ്റ്റ് ഉണ്ടാക്കലും അതിന്റെ പരിപാടി. അതിന്റെ ഇടക്ക് കൊച്ചിനെ കളിപ്പിക്കുന്നുണ്ട്. ഉമ്മിക്കും ബാബിക്കും ആനിവേഴ്സറിക്കുള്ള ഗിഫ്റ്റ് റെഡിയാക്കുന്നുണ്ട്. നിങ്ങളെ കാണിച്ചു തട്ടേങ്ങ. അതിന്റെ ഉള്ളിൽ വേറൊരു സാധനമൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇതെന്തിനാ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നതെന്ന് അറിയാത്ത. അതിന്റെ അടുത്ത് മിഠായി ഉണ്ട്. മിഠായി അൽത്തുമല്ലെങ്കിൽ മധുഹൂദിന്റെ ചിക്കൻ ഒരു കുറച്ച് പോർഷൻ പൊരിച്ചു മാറ്റിയിട്ടുണ്ട്. ബാക്കി കുറച്ചുകൂടി പൊരിക്കാനുണ്ട്. ഇപ്പൊ സെറ്റാവും എന്നാണ് അനിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ ക്യാരമൽ പായസം കണ്ടു ഗൈസ്. ഇങ്ങനെ നോക്കുമ്പോ കളറില്ലെങ്കിലും നേരിട്ട് കാണുമ്പോ കുറച്ച് കളറൊക്കെ ഉണ്ട്. എനിക്ക് പേടിയുണ്ടോന്ന് തോന്നുന്നു. എന്നോട് പറയാം കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. നല്ല ചൂട് പാകത്തിന് ഉപ്പ്, മസാല സെറ്റ്. അനിയ ശടപടേന്ന് പറഞ്ഞ് എല്ലാം സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പറയൂ 2 വാക്ക് സെറ്റാവുമെന്ന് ഓർത്തിട്ട് ഒരു ചെറിയൊരു ടെൻഷനാണ്. ചീറ്റി പോവാണെങ്കിൽ ഒന്നിച്ച് പോകട്ടെ. നല്ല ടേസ്റ്റ്. അപ്പുറത്ത് 2 വാങ്ങി.
അങ്ങനെ 7 മണി പറഞ്ഞ് ഇപ്പൊ ഒരു 7:30 എല്ലാം ആയപ്പോ ഏകദേശം ചോറിങ്ങനെ ലാസ്റ്റ് തിളച്ചോണ്ടിരിക്കുവാണ്. ഇപ്പൊ ആകുമായിരിക്കും. എനിക്ക് ക്യൂരിയോസിറ്റി എന്താ വെച്ചാല്, ഞാൻ ഇത് പല പല സാധനങ്ങൾ ഇട്ടുണ്ടാക്കി അവസാനം എന്ത് ടേസ്റ്റ് ആവും എന്ന് എനിക്ക് അറിയത്തില്ല. മന്തി മസാല ഇട്ടിട്ടുണ്ട്, മധുഹൂദിന്റെ മസാല ഇട്ടിട്ടുണ്ട്, എല്ലാ മസാലയും ഇട്ട് ലാസ്റ്റ് നമ്മളുള്ള ചിക്കൻ മസാല ഇട്ട് നല്ല സെറ്റ് ആക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് എന്തായി തീരുമെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ നൈസ പറഞ്ഞ ടേസ്റ്റ് നോക്കിയിട്ട് കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റൈസ് ഏകദേശം കുറച്ചുകൂടെയൊക്കെ വെന്ത് സെറ്റ് ആവലുണ്ട്. ചിക്കൻ ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ആനിവേഴ്സറി കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എവിടേക്കൊക്കെ മീറ്റിംഗ് ഉണ്ട്. പകുതി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടാ വരുന്നത്. പകുതിക്ക് നടക്കുന്നു വന്ന് പെട്ടെന്ന് നമുക്ക് കേക്ക് മുറിച്ചു. 12ാമത്തെ 12 വർഷം. അതെ, മൊത്തം 22 വർഷം. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് 12 വർഷം. 22 വർഷമില്ലേ? പിന്നെ എന്റെ ആഴ്ചന്റെ കാര്യമാണ്. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നൈസാണ് ഫുൾ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരുന്നത്. എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ഞാൻ കേക്ക് എന്താണെന്ന് പോലും ചോദിച്ചിട്ട് പറഞ്ഞില്ല. അതുവരെ സർപ്രൈസ് ആണ്. ഖദീജയും നൈസും കൂടെ പോയിട്ടാണ് കേക്ക് മേടിച്ചത്. പറയില്ല. അത് കുഞ്ഞുമ്മയുടെ മോള്, ഇത് അനിയുടെ മോള്. അങ്ങനെയാ. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി. ഞങ്ങളിവിടെ എല്ലാത്തിനും ഹാപ്പി ബർത്ത്ഡേ ആണ് പറയുന്നത്. പടച്ചന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇത്ര വർഷം അല്ലെന്നല്ല ചെറിയ അല്ലെ മഴക്കേളും കാര്യങ്ങളെല്ലാം ആയിട്ട് ജീവിച്ചാണ്. പണ്ട് എല്ലാം എന്ത് ചെറിയ മഴക്കേളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം വളരെയധികം സന്തോഷം സമാധാനത്തോടെ ഞങ്ങൾ ജീവിക്കുന്ന. എന്തായാലും പടച്ചവൻ ഞങ്ങൾക്ക് അങ്ങോളം എല്ലാവർക്കും ദീർഘാശനാണ്. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും നമ്മളെ പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. വെഡിങ് ആനിവേഴ്സറി ഫുള്ള് സർപ്രൈസ്. എന്താണ് എന്തൊക്കെയാണെന്നൊന്നുമില്ല. സാധാരണ ഞാനും കൂടുതലായിട്ടൊന്നും അറിയില്ല. സാറ് കേക്ക് ഇന്നത് മേടിക്കും. കേക്ക് ഉൾപ്പെടെ ഫുള്ള് സർപ്രൈസ്. അപ്പൊ എന്തായാലും എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് നിങ്ങൾ പോയി നിന്നോടാ. പോയി നിക്ക്. ആനിവേഴ്സറി, ഹാപ്പി ആനിവേഴ്സറി. അവിടെ ആദ്യത്തെ രാജകുമാര് ഇറങ്ങ നൈസാണ്. റിഹേഴ്സൽ അടിച്ച് 3 റൗണ്ട്. കേക്ക് കട്ടിങ് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഇവർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാം. ഇവര് രണ്ടുപേരും ഗിഫ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പോയിട്ട് എടുത്തിട്ട് ഗിഫ്റ്റ് കൊടുക്കാം. Happy anniversary for you. Thank you. Again, happy anniversary for you. Thank you. Yeah. ഇതെന്തായാലും ചെരുപ്പ് കറക്റ്റ് ആയിട്ടുണ്ട്. ഈ ഡ്രസ്സ് ട്വിസ്റ്റ് ഉണ്ട്. കാര്യം എനിക്ക് എടുക്കാൻ പോകുമ്പോ അനിയക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സായിരുന്നു ഇത്. സത്യം. അല്ല, അവിടെ ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു. അല്ല, കണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് പിന്നെ അത് എന്തോ അത് കുറച്ച് നൈസായിട്ട് ടൈറ്റ് വരുമോന്ന് ഉദ്ദേശിച്ച് പിന്നെ ഞാൻ അത് തിരിച്ച് ചെയ്യാൻ വെച്ച സാധനമായിരുന്നു. പണ്ട് എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഡ്രസ്സ് ഞങ്ങൾക്ക് ഒരുമിച്ചെടുക്കണമെന്നല്ലേ. ടുട്ടുമണി വഴക്കായിട്ടുണ്ട്. താങ്ക് യു.
താങ്ക് യു. അടുത്തത് ഞാൻ സെലക്ട് ചെയ്തതാണ്. ഞാൻ പാക്ക് ഒക്കെ ചെയ്തിട്ട് പാക്ക് ചെയ്ത് ഇത് അവരെന്നെ പാക്ക് ചെയ്ത് തന്നു ഞങ്ങൾക്ക്. ഞാൻ സെലക്ട് ചെയ്തതാണ്. ഞാൻ അയാൾക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ അയാളോട് ചോദിച്ചല്ല എടുക്കാൻ ഇഷ്ടപ്പെട്ട. പാക്ക്. ഇഷ്ടപ്പെട്ട. താങ്ക് യു. ഇനി നിങ്ങളുടെ ഗിഫ്റ്റ് കൊടുക്ക്. താങ്ക് യു. തന്റെ ഗോ ടു കിച്ചൺ. അത് മറ്റേ ഇതാ, ഇയാള് ഗെയിം പോലെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫ്രിഡ്ജ്. അപ്പ ഫസ്റ്റ് റൗണ്ട്. ഇതിന്റെ പൊക്കത്ത് ആ അടുത്തത്. പക്ഷെ then you get the paper, then go the dining table, right second chair. ഇത് വാപ്പി അവിടെ മോളുമായിട്ട് ബിസിയാ. രണ്ടുപേർക്കും കൂടി ഉള്ളതാണ്. Final round and go to തൊട്ടി. തൊട്ടി. ഇതുവാണ് തൊട്ടി. അങ്ങനെ കുത്തിയോക്ക്. ഗിഫ്റ്റ് ഗോട്ട് ഇറ്റ്. അതെ അതെ. രണ്ട് ഇതുണ്ട്, രണ്ട് കോപ്പിക്ക ഇതുകൊണ്ട് ചെയ്തു. Thank you. ദിക്കാക്കുള്ള ഗിഫ്റ്റ് ആണ്. എന്റെ മോളുടെ ഗിഫ്റ്റ് ആണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. ഇന്ന് ഞങ്ങള് ബാഗ് വാങ്ങിച്ചപ്പോ ഫ്രീ കിട്ടിയതാ. ആ കളർ തന്നെ സെയിം. അതിലാണ് സന്തോഷം തന്നെയാണ് ഈ വീഡിയോ. അപ്പൊ താങ്ക് യു. അപ്പൊ താങ്ക് യു. താങ്ക്സ് ലോട്ട്. യു നീസത്തിൽ താങ്ക് യു. ഇത്രയും നമ്മുടെ വെഡിങ് ആയിട്ട് ഇത്രയും പിള്ളേരും കൂടെ ചേർന്നാണ്. അതെ അല്ലേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നോട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്. ഇനി നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ കുട്ടാമണിക്ക് വേണം. അച്ചുകൊണ്ട് തന്നെ ഗിഫ്റ്റ് പൊട്ടിച്ചില്ലെന്നും പറഞ്ഞ സങ്കടം. ആ സമയത്ത് എനിക്കൊക്കെ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് ഇതാക്കിയിട്ട് പോയി. അപ്പൊ നേരത്തെ മോള് തന്ന അതിനകത്ത് ഇക്കാക്കുള്ള സ്പ്രേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് പെട്ടെന്ന് പൊട്ടിച്ച് ഇക്കാക്ക് കൊടുത്തിട്ട് പോയി. ഒരു ഫുള്ള് സെലോ ടേപ്പ് അതിനകത്ത് ചുറ്റിയിട്ടുണ്ട്. ദ ഫൈനൽ ഗിഫ്റ്റ്. പയ്യെ തുറക്കാം. അതിനകത്ത് ഇതുണ്ട്, പയ്യത്തോർക്ക് അതിനകത്ത് കുറച്ച് ലെറ്റേഴ്സ് എല്ലാം ഉണ്ട്. ആ തുറന്നോ. നേരത്തെ എന്നാ ആ ഇതിനകത്ത് എന്റെ മോൾ എന്തോ എഴുതിയിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ എടുത്തോണ്ട് പാടാം, വായിക്കണേ. എടുത്തോണ്ടോ. ഇത് എങ്ങനെ പൊട്ടിക്കടാ? അതിനകത്ത് കുറെ ലെറ്റേഴ്സ് ഉണ്ട്, അത് വായിച്ചു നോക്കും. Happy wedding anniversary, Hamza and Anisha. Anisha, I love you. My mother and father is my friends and My father is my friend. sorry. My father is my friend. Then my mother is Teach me and study. ഒരു ലെറ്റർ ബോക്സിനൊക്കെ കാട്ടി വെച്ചിട്ടുണ്ട്. താങ്ക് യു.
ഇത് വാർപ്പിക്കാനാ. ഓ ഹാപ്പി ആനിവേഴ്സറി ടു മൈ ഫാദർ ആൻഡ് മദർ. ഐ ഹാവ് I'll also thank you. lots of thank you my father and mother by Hassan. Thank you. നേരത്തെ ആ സാധനത്തിനകത്ത് എന്റെ മോള് കണ്ടില്ല, ലെറ്റർ എഴുതുന്നു, ഞാൻ കണ്ടില്ലേ. അതെ ഒരു ലവ് ചിഹ്നം ഐ ലവ് യു ഉമ്മ. അപ്പൊ ഇക്ക പറയും മധുഹൂദിന്റെ റിസൾട്ട്. സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ സെക്കൻഡ് ടൈം ഉണ്ടാക്കുന്ന കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്രാവശ്യം പൊളിയായിട്ടുണ്ട്. ആരും ഉണ്ടാക്കാൻ ഇല്ല നൈസ കാരമൽ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരമൽ പായസം ചൂടുണ്ട്. ആ ചൂടുണ്ട്. അതൊക്കെ പറഞ്ഞ ചൂടോടെ കഴിക്കേ. കേക്ക് കട്ട് ചെയ്തിട്ട് പുറത്തു പോയിട്ട് വന്നേ. നമ്മളാ മന്തി നമ്മൾ ഉണ്ടാക്കിയ പാടെ അപ്പൊ അതുകൊണ്ട് അതിന്റെ സ്നാപ്പി മൊത്തം ഇറങ്ങി കാണും. എങ്ങനെയുണ്ടോ കുഞ്ഞാപ്പൂ? കല്ല മധുഹൂദ് കഴിച്ച. ആ ഞാനും ഓർക്കുന്നില്ല. പക്ഷെ ഇതല്ലോ സെറ്റ് ആയിട്ടുണ്ട്. അനിയാണെ പേടിച്ച് ഉണ്ടാക്കിയത്. പക്ഷെ എനിക്ക് ഇത്രയും നാളും എനിക്ക് ഉണ്ടാക്കി ടെൻഷൻ, ചോറുണ്ടാക്കുമ്പോ ടെൻഷൻ ആവേശമായിരുന്നു. പക്ഷെ ഇന്ന് ഭയങ്കര ടെൻഷനായി പോയി. ഇല്ല സത്യമായിട്ടു ഞാൻ ഉണ്ടാക്കിയപ്പോ തൊട്ട് പറയുമല്ലായിരുന്നു. കേക്ക് കെട്ടിയിരുന്നപ്പം കുഞ്ഞ് കരഞ്ഞോണ്ട് എല്ലാം ചടപടേന്നായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് പാല് കൊടുക്കാൻ പോയിട്ട് വന്ന് അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ എല്ലാം സെറ്റാക്കി വെച്ച് അടുക്കളയൊക്കെ ക്ലീൻ ആയി. കുറച്ച് അനിയ എങ്ങനെയുണ്ട്? അപ്പോഴാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, സൂപ്പർ അത്. ലാസ്റ്റ് നോക്കി അതിനിടക്ക് നോക്കിയില്ല. സ്വയമേ ഉണ്ടാക്കിയിട്ട് സ്വയമേ പറയും. അല്ല ഞാൻ സീരിയസ് നമ്മുടെ സാധനമല്ലേ എപ്പോഴും ഞാൻ ഉണ്ടാവുന്നത്. നേരത്തെ പറഞ്ഞു എപ്പോഴും ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതെനിക്ക് ഉണ്ടാക്കും തോന്നി നമ്മൾ ഇത്രയും നാളേക്ക് ഉണ്ടാക്കിയത് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ കൊള്ളാം. ഞാൻ ഒരു ചിക്കൻ ഒരു നുള്ളിൽ വന്ന നെയ്സ കൊള്ളാം. ഞാൻ നെയ്സ ചിക്കൻ ടേസ്റ്റ് ഉണ്ടോ നോക്കാണ്ട് പറഞ്ഞു പറഞ്ഞാൽ കൊള്ളാൻ നിന്നു. ഞാൻ ലാസ്റ്റ് ഫുള്ള് ചിക്കനായിട്ട് അടച്ച് വെച്ച് ഒന്ന് ഏറ്റവും കുറേ നേരം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചൊന്ന് വെച്ച് ഇതാകാൻ വെക്കുമല്ലോ. വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് ആയപ്പോൾ വെച്ച റൈസും ഒരു ഉമ്മളി റൈസും ചിക്കനും കൂടെ വെച്ച് ചിക്കനും കഴിച്ചപ്പോഴും സെറ്റ്. അപ്പം ഞാൻ പറഞ്ഞു സക്സസ് ചീറ്റി പോയിട്ടെന്നു. ഞങ്ങളുടെ ഫുഡ് അടിയെല്ലാം കഴിച്ച് തലക്കെ മത്തടിച്ചിരിക്കാൻ, പിന്നെ കുറച്ചും കൂടെ മത്തടിക്കാൻ വേണ്ടിയിട്ട് കാരമൽ പായസം. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ടേസ്റ്റ് ആയിട്ടില്ല പായസത്തിന്. അന്ന് ചോദിക്കും ഇതിനു മുന്നേ കുടിച്ചിട്ടുണ്ടാവും. ഇല്ല, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച ടേസ്റ്റ്, ഞാൻ ഉദ്ദേശിച്ച ടേസ്റ്റ് ഇതല്ല. പക്ഷെ നൈസ പഴയ വീട്ടിൽ ഒരു പ്രാവശ്യം ഇത് നമ്മൾ ഈ സേമിയ പുഴുങ്ങെന്ന് പറയത്തില്ല, അത് ആരൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ എനിക്കറിയില്ല. അത് ഒരു പ്രാവശ്യം ഏതാണ്ട് പിള്ളേരെ സ്കൂളിൽ വിട്ട് വന്നപ്പോ നൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. നൈസൊക്കെ പോലില്ല. പക്ഷെ അന്ന് നല്ല കളറായിരുന്നു കേട്ടാ. നമ്മള് ഈ ഫോണിലൊക്കെ കാണില്ല, ആ ഒരു കളറിൽ നൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നൈസക്ക് അത് ഓർമ്മയില്ല. പക്ഷെ അത് നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ ആ ടേസ്റ്റ് എനിക്ക് ഓർമ്മയില്ല. അല്ല ഇത് ഞാൻ സത്യമായിട്ട് മമ്മീസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രാവശ്യം നല്ല കളറായിരുന്നു. നല്ലൊരു ഗോൾഡ് പക്ഷെ ഇത് ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. നമുക്ക് ആ ഒരു കാര്യം ഏകദേശം 2-2.5 കവർ 3 കവർ പാലിനടുത്തുണ്ടായിരുന്നു പായസം. അപ്പൊ അത് അന്ന് കുറച്ച് എനിക്ക് നൈസൊക്കെ മാത്രം ഉണ്ടാക്കിയത്, അതാണ് പറ്റിയത്. പക്ഷെ സത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഒരു ദിവസം ഇവര് വീട്ടിൽ വന്നപ്പം വന്നപ്പം എന്തോ ക്യാരറ്റ് ഒക്കെ ഇട്ടൊരു പായസം ഉണ്ടാക്കി. അത് ഇവര് പറഞ്ഞു കൊള്ളാന്ന് പറഞ്ഞ അങ്ങനെ ഒരു തവണ ഞാൻ ഇവിടെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ ഞാൻ ക്യാരമൽ ഉണ്ടാക്കിയതായിട്ട് ഞാൻ നോക്കുന്നേ ഇല്ല. എന്തായാലും നമ്മളിപ്പോ പായസം കഴിക്കുന്നത് എത്ര മണിക്കാണെന്നറിയാം? രാത്രി 10:40 ഇനി ഇതൊക്കെ എപ്പോ ദഹിക്കുമല്ലേ? രാവിലെ തുടങ്ങിയിരുന്നെങ്കിൽ അന്നത്തെ പോലെ സെറ്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ വൈകിട്ട് വ്ളോഗ് എടുക്കാൻ തുടങ്ങിയത്. കാര്യം ഐക്യക്ക് ഓഫീസ് ഉള്ളതുകൊണ്ട്. അപ്പൊ ഇനി പിള്ളേർക്ക് സ്കൂളിൽ ഇത്രയും ദിവസം അവധിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് ഇപ്പൊ എക്സാം, അച്ഛന് 14 എക്സാം തുടങ്ങുകയാണ്, കയ്യാപ്പിക്ക് 17 തുടങ്ങുകയാണ്. പിന്നെ അതിന്റെ ആ ഒരു ഇതാണ്.
പിന്നെ അത് കഴിഞ്ഞാണ് ഓണം സെലിബ്രേഷൻ. പിന്നെ നമ്മുടെ ഇവിടെ നബിദിനത്തിന്റെ നമ്മുടെ തൊട്ട് വാദിക്ക് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ നമ്മുടെ തൊട്ട് വാദിക്കുക നമ്മുടെ പള്ളിയുള്ള പള്ളിയിൽ പിള്ളേർക്ക് നബിദിനത്തിന്റെ പരിപാടിക്കുള്ള റിഹേഴ്സലൊക്കെ നടത്തുകൊണ്ട് ദഫ്മുട്ടൊക്കെ കേൾക്കാനായിട്ട് ഒരു പ്രത്യേക രസമാണല്ലേ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ കൊടുത്ത വീടിൻ്റെ അവിടുന്ന് ഇവിടുന്ന് ഓടി വന്നിട്ടാണ് ആദ്യമൊക്കെ രാവിലെ കുറേ നേരം ഇരുന്നിട്ട് പോയി. പിന്നെ ആ സമയത്ത് നൈസ പ്രഗ്നൻ്റ് എന്തായിരുന്നു സംഭവം, എപ്പോഴും ഒരു പ്രാവശ്യം ഓടി വന്നിട്ട് അന്നേരം ഈ സമയം നമ്മളിവിടെ വാദിക്കുന്ന റോഡൊക്കെ പൊളിച്ചിട്ടിരിക്കുമായിരുന്നു. പ്രഗ്നന്റ് അത് ഞാൻ ഓർക്കുന്നില്ല. നമ്മൾ വേറെ എന്തോ ഒരു ആവശ്യത്തിന് ടൗണിൽ പോയിരിക്കുമായിരുന്നു. പോയിട്ട് ഓരോരുത്തരത്ത് വിളിച്ച് കഴിഞ്ഞ വർഷം ഇതിനൊക്കെ നബിദിനത്തിന്റെ പരിപാടിക്ക് പിള്ളേർ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഇപ്പം കയ്യാപ്പിയുടെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ടൗണിലാണ് എന്താ സാധനത്തിന് പോയിട്ട് നമ്മൾ എൻ്റെ ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുക. അവിടുത്തെ വിളിച്ച് റെഡി ആയെന്ന് ചോദിച്ച് പരിപാടി ആകുന്ന ഓടി പിടച്ചതാക്കി വന്നാണ്. പക്ഷെ ആ സമയത്ത് പരിപാടി ഇതായില്ല. പിന്നെ സന്ധ്യ എല്ലായ്പ്പോഴായിരുന്നല്ലേ കയ്യാപ്പി. ആ സമയത്ത് നമ്മളിപ്പോ താമസിക്കാൻ വേണ്ടി വാദിക്കാണല്ലോ പള്ളി. അന്ന സമയത്ത് ഈ റോഡ് പണി നടന്നിരിക്കുമോ, ഫുള്ള് പൊട്ടിച്ചിങ്ങനെ പാറക്കല്ലില്ലേ അത് ഇട്ടിരിക്കുന്ന ടൈമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ അവിടെ കൂടെ സ്പീഡ് വെച്ച് ആദ്യം വണ്ടി വന്ന് പിന്നെ മനസ്സിലായി വണ്ടി വരാൻ പറ്റത്തില്ലെന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വണ്ടി ഇതാക്കി വെച്ച് വണ്ടി തള്ളിക്കൊണ്ട് ഭയങ്കര ഇതൊക്കെയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ഇവിടുത്തെ പിള്ളേരെ ഓരോന്നും പഠിപ്പിച്ചിട്ട് അവർ മൈക്കിൽ കൂടെ പ്രാക്ടീസ് കൊടുക്കുന്നത് ഇവിടെ നമുക്ക് വീടിൻ്റെ അകത്തിന് നല്ല അടിപൊളിയായിട്ട് നീക്കാം. ഞാൻ പറയാം ഈ പ്രാവശ്യം നമുക്ക് പോയിട്ട് ഈ പ്രാവശ്യം നമുക്ക് സമാധാനം നമുക്ക് ഇവിടെ തൊട്ട് വാദിക്കും ഒരു 5-6 സ്റ്റെപ്പ് വെച്ച് നമ്മൾ നേരെ പള്ളിയുടെ അകത്തോട്ടാണ് പോകുന്നത്. പിള്ളേരുടെ പരിപാടിയൊക്കെ കാണാൻ നമുക്ക് പോകാൻ പറ്റും. അപ്പം ഇൻഷാല്ലാ പോയി കാണാം. രണ്ടുപേരും പള്ളിയിൽ പരിപാടിക്കൊക്കെ ചേർന്നിട്ടുണ്ട്. രണ്ടുപേരും പോയി പരിപാടിയൊക്കെ പോയി കാണാം. അപ്പോൾ ഇന്നത്തെ ഒറ്റക്കുള്ള പാട്ടിനായിരുന്നു, കയ്യെത്തിനായിരുന്നു, കുരാമ്പരത്തിനായിരുന്നു, പിന്നെ ഔദ്യോഗിക പറയും, പിന്നെ ഞാൻ ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം ചേർന്നു. ഞാൻ 5 എണ്ണത്തിന് ചേർന്നു. 5 പരിപാടിക്ക് ചേർന്നാ പറയുന്നത്. ചേർന്ന് ഗ്രൂപ്പ് സോങ് വായിച്ച് ബാക്കി എല്ലാവർക്കും ചേർന്നു. അപ്പൊ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.